നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു വന്ന വിലയാണ് ഇന്ന് കുറഞ്ഞത്. ആഗോള വിപണിയിലും വില കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ പുതിയ പ്രഖ്യാപനമാണ് സ്വർണ്ണവില കുറയാൻ കാരണമായത്. എന്നാൽ ഏത് സമയവും തിരിച്ചു കയറാൻ പര്യാപ്തമായ ഒരു മാറ്റം വിപണിയിൽ സംഭവിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരായ അധിക ചുങ്കം ചുമത്തുന്നത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇത് വിപണിക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓഹരി വിപണികൾ ഉൾപ്പെടെ ഉണർവിലാണ്. വലിയ ചുങ്കം ചുമത്തുന്നത് അമേരിക്കൻ വിപണിയിൽ വിപരീത ഫലം ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് ട്രംപിന്റെ പുതിയ നീക്കത്തിന് കാരണം. അതേസമയം ഡോളർ സൂചിക ഇടിഞ്ഞു വീഴുന്നത് സ്വർണത്തിന് ഭീഷണിയാണ്. ഈ വേളയിൽ സ്വർണ്ണവില കൂടാനുള്ള സാധ്യതയുണ്ട്. ഡോളറുമായി മത്സരിക്കുന്ന പ്രധാനപ്പെട്ട 6 കറൻസികളുടെയും മൂല്യവും വർദ്ധിക്കുകയാണ്. അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടും. ഡോളർ സൂചിക ഇപ്പോൾ 98ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഇടിവ് ഡോളർ നേരിടുന്നത്. കേരളത്തിൽ നിന്ന് 22 കാരറ്റ് സ്വർണം ഒരു പവന് 71,600 രൂപയാണ്. 320 രൂപ കുറഞ്ഞു. അതേസമയം ഗ്രാമിന് 40 രൂപ താഴ്ന്ന് 8,950 രൂപയിലെത്തി. രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് $3,347 നൽകേണ്ടത്. നേരത്തെ $3,350 കടന്ന് കുതിച്ച ശേഷമാണ് ഇടിവ്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ സെൻസെക്സ് നേട്ടത്തിലാണ്. അതേസമയം ക്രൂഡ് ഓയിൽ വില അല്പം ഉയർന്നിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $65 അടുത്തെത്തി. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് 73,040 രൂപയായിരുന്നു. കുറഞ്ഞത് 68,880 രൂപയും. അതേസമയം ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കും. ഡോളർ കരുത്ത് ചോരുന്ന ഘട്ടത്തിൽ രൂപ ശക്തിപ്പെടുന്നുണ്ട്. 85.04 എന്ന നിരക്കിലാണ് രൂപ. നേരത്തെ 86 എന്ന നിരക്കിന് അടുത്തെത്തിയിരുന്നു. 22 കാരറ്റ് സ്വർണത്തിന് വലിയ തോതിൽ വില കൂടിയ സാഹചര്യത്തിലാണ് 18 കാരറ്റിന് കേരള വിപണിയിൽ ആവശ്യക്കാർ ഏറിയത്. ലൈറ്റ് വെയ്റ്റ് ആഭരണം ചോദിച്ച് നിരവധി പേരാണ് എത്തുന്നത് എന്നാണ് ജ്വല്ലറിക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ജ്വല്ലറികളിലും ഇതിന് പ്രത്യേക കൗണ്ടർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാരറ്റിലുള്ള സ്വർണത്തിനും ഇന്ന് വില കുറഞ്ഞിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണം 1 ഗ്രാമിന് 7,345 രൂപയാണ് ഇന്ന് കേരളത്തിൽ നൽകേണ്ടത്. 30 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിനാണെങ്കിൽ 58,760 രൂപ നൽകണം. പണിക്കൂലി, GST എന്നിവ ഇതിന് പുറമേ വരും. എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് 65,000 രൂപയ്ക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. ആഭരണങ്ങൾ മാത്രമാണ് ഈ കാരറ്റിലുള്ള സ്വർണത്തിൽ ലഭിക്കുക. കോയിൻ, ബാർ എന്നിവ കിട്ടില്ല. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്വർണം അത്യാവശ്യമുള്ളവർ ഇന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പ്രമുഖ ജ്വല്ലറികളിലെല്ലാം ഈ സൗകര്യവും ലഭ്യമാണ്. ബുക്ക് ചെയ്യുന്ന സമയത്തെ വിലയോ വാങ്ങുന്ന സമയത്തെ വിലയോ ഏതാണ് കുറവ് വരുന്നത്, ആ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ സാധിക്കുമെന്നതാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ സൗകര്യം. നൽകുന്ന തുക പരിശോധിച്ചാണ് ബുക്കിംഗിന്റെ കാലാവധി ജ്വല്ലറികൾ നിശ്ചയിക്കുക. മുഴുവൻ തുകയും നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് 1 വർഷം വരെ കാലാവധി നൽകുന്ന ജ്വല്ലറികളുമുണ്ട്. മാത്രമല്ല, വാങ്ങുന്ന വേളയിൽ തന്നെ തിരിച്ചു വിൽക്കുമ്പോഴുള്ള കാര്യങ്ങളും ചോദിച്ചറിയണം. ഇത് സംബന്ധിച്ച് ബില്ലിന്റെ പിൻഭാഗത്ത് എഴുതിയ കാര്യങ്ങളിൽ ഉപയോക്താവ് വ്യക്തത വരുത്തണം. പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ സംബന്ധിച്ചും ചോദിച്ചറിയേണ്ടതുണ്ട്. പണിക്കൂലി കുറയ്ക്കാൻ വില പേശൽ നടത്തുകയും ചെയ്യാം.